ഉൽപാദനച്ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത്. കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുകയും പരിപാലനച്ചെലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. പാൽവില വർദ്ധിപ്പിച്ച് ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത്. ഈ വിലയിൽ ക്ഷീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീരകർഷകരുടെ വാദം. കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി. പരിപാലന ചിലവ് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നത്. പാൽവില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2018, 2019, 2020, 2021 വർഷങ്ങളിലൊക്കെ കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ 1 ലിറ്റർ പാലിന് 10 രൂപ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് 4 രൂപ വർദ്ധിപ്പിച്ചു. 2020 പാൽവില വർദ്ധിപ്പിച്ചത്. അതിനുശേഷം അടിക്കടി ഉണ്ടാകുന്ന കാലിത്തീറ്റ വിലവർദ്ധനവും പശു കൊടുക്കുന്ന മരുന്നുകളുടെ വിലവർദ്ധനവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും വിലവർദ്ധനവ് മുമ്പോട്ട് പോകുമ്പോൾ ക്ഷീരകർഷകരെ സഹായിക്കുന്ന പദ്ധതികളും നടപ്പിലാക്കുന്നില്ല. എന്ന് മാത്രമല്ല, ക്ഷീരകർഷകർ ലഭിച്ചുകൊണ്ടിരുന്ന പശു ചത്തുപോയ ഇൻഷുറൻസിനകത്ത് പശു ചത്തുപോയ കണ്ടിജൻസ് ഫണ്ടായി 15,000 തന്നുകൊണ്ടിരുന്നു. അതുപോലും 2018 ശേഷം ഇങ്ങോട്ട് എടുത്തിട്ടില്ല. 2018 ആ സാമ്പത്തിക വർഷം നൽകിയ കണ്ടിജൻസ് ഫണ്ട് അപേക്ഷ പോലും ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലെ ജില്ലാ ഓഫീസിൽ നിന്ന്, അതായത് DOമാരുടെ ഓഫീസിലേക്ക് തിരിച്ചയച്ച സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. 2018-19 സാമ്പത്തിക വർഷം നൽകിയ അതിനുശേഷം ഒരു കണ്ടിജൻസ് ഫണ്ടിൻ്റെ അപേക്ഷ മേടിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി, ഈ സാമ്പത്തിക വർഷം എല്ലാ പഞ്ചായത്തുകളും കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് ഫണ്ട് മാറ്റിവെച്ചെങ്കിൽ പോലും പല ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശം എന്നുള്ളത് കൊണ്ട് ആ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ഫണ്ട് അതാത് മൃഗസംരക്ഷണ വകുപ്പ് മാറ്റി വെച്ചിട്ട് ആ പൈസ ഇതുവരെ കർഷകർക്ക് കന്നുകുട്ടി പരിപാലന പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. പാൽവില ശരിക്കും 1 ലിറ്റർ പാലിന് 10 രൂപ എങ്കിലും വർദ്ധിപ്പിച്ച് കർഷകരെ സഹായിക്കുകയും കാലിത്തീറ്റയുടെ വില 1550 എന്നുള്ളത് ആ കാലിത്തീറ്റ വില കുറച്ച് ഒരു 1000 രൂപ താഴെ കാലിത്തീറ്റ വില നൽകുന്ന സ്ഥിതി ഉണ്ടാവുകയും കർഷകർക്ക് ലഭ്യമാകുന്ന ആവശ്യാനുസൃതമായ മരുന്നുകൾ, പശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ന്യായമായ വില കുറച്ചുകൊണ്ടും കർഷകരെ സഹായിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകണമെന്നാണ് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ പറയുന്നത്. ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീരകർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർക്കുണ്ട്. പാൽവിലയിൽ 10 രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്ന് പോകൂവെന്നും കർഷകർ പറയുന്നു.